എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പശ്ചാത്തലത്തിൽ മഞ്ഞണിഞ്ഞ പർവ്വതനിരകൾ മൂകസാക്ഷിയായി നിൽക്കെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള 3 ഏകദിന മത്സരങ്ങളുടെ പരമ്പരയ്ക്ക് മുന്നോടിയായി നടന്ന ആ പരിശീലന മത്സരം ലോക ക്രിക്കറ്റ് ചരിത്രത്തെ അപ്പാടെ പിടിച്ചുകുലുക്കുന്ന ഒരു അത്യപൂർവ്വ കൊടുങ്കാറ്റായി മാറുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. തണുത്ത കാറ്റ് വീശിയടിക്കുന്ന ആ പച്ചവിരിച്ച മൈതാനത്ത് ടോസ് നേടിയ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ യാതൊരു മടിയും കൂടാതെ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഗാലറിയിലുള്ളവരുടെയും ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിലിരിക്കുന്നവരുടെയും കണ്ണുകൾ മുഴുവൻ അരങ്ങേറ്റ മത്സരത്തിനിറങ്ങുന്ന വൈഭവ് സൂര്യവംശി എന്ന ആ യുവതാരത്തിലായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസമായ സാക്ഷാൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ക്രീസിലേക്ക് നടന്നെടുത്ത ആ ചെറുപ്പക്കാരന്റെ കണ്ണുകളിൽ യാതൊരുവിധ പതർച്ചയോ ഭയമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ സംഹാരതാണ്ഡവത്തിന്റെ വ്യക്തമായ സൂചനകൾ ആ കാൽവെപ്പുകളിൽ പ്രകടമായിരുന്നു. അഫ്ഗാനിസ്ഥാനു വേണ്ടി പുതിയ പന്തുമായി ബിലാൽ ഷാമി ആദ്യ ഓവർ എറിയാനെത്തുമ്പോൾ തനിക്കെതിരെ നിൽക്കുന്നത് ഒരു തുടക്കക്കാരനാണെന്ന ചിന്തയിലായിരിക്കണം അദ്ദേഹം പന്തെറിഞ്ഞത്. എന്നാൽ ആദ്യ പന്തുകൾ മുതൽ തന്നെ വൈഭവ് തന്റെ ആക്രമണോത്സവമായ നയം വ്യക്തമാക്കി തുടങ്ങി. രണ്ടാമത്തെ ഓവറിൽ സിയാവുർ റഹ്മാൻ ഷരീഫിക്കെതിരെ കണ്ണഞ്ചിക്കുന്ന ബൗണ്ടറികൾ പായിച്ചുകൊണ്ട് വൈഭവ് തന്റെ വരവറിയിച്ചു. ആ ബാറ്റിന്റെ താളത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഓരോ പന്തും അതിർത്തി വരമ്പുകൾ തേടി പറന്നപ്പോൾ മൈതാനത്തെ നിശബ്ദത വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ചതുപോലെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. ആദ്യ 5 ഓവറുകൾ പിന്നിടുമ്പോൾ തന്നെ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ ഇന്ത്യൻ സ്കോർ ബോർഡിൽ 60 റൺസ് പിറന്നിരുന്നു. പവർ പ്ലേയുടെ ആനുകൂല്യം മുതലെടുത്ത് 6ാമത്തെ ഓവറിൽ അസ്മത്തുള്ള ഉമർസായിയെ ആക്രമണത്തിനായി കൊണ്ടുവന്നെങ്കിലും വൈഭവിന്റെ തീ പാറുന്ന ഷോട്ടുകൾക്ക് മുന്നിൽ ആ തന്ത്രവും പരാജയപ്പെട്ടു. 9ാമത്തെ ഓവറിൽ പരിചയസമ്പന്നനായ മുഹമ്മദ് നബിയുടെ പന്തിനെ അതിർത്തി കടത്തിക്കൊണ്ട് വെറും 17 പന്തുകളിൽ ആ യുവതാരം തന്റെ അർദ്ധസെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ അവിശ്വസനീയതയുടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഏത് ഗ്രഹത്തിൽ നിന്നാണ് ഈ ബാറ്റിംഗ് വിസ്മയം അവതരിച്ചിരിക്കുന്നത് എന്ന അമ്പരപ്പിലായിരുന്നു എതിരാളികൾ പോലും. മറുവശത്ത് രോഹിത് ശർമ്മയും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മികച്ച ഫോമിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ ഇന്നിംഗ്സിന് കൂടുതൽ വേഗത കൈവന്നതോടെ അഫ്ഗാൻ നായകൻ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരിൽ ഒരാളായ റാഷിദ് ഖാനെ പന്തേൽപ്പിച്ചു. എന്നാൽ രോഹിത്തും വൈഭവും ഒട്ടും ദയയില്ലാതെ റാഷിദിനെയും പ്രഹരിക്കാൻ തുടങ്ങിയതോടെ കേവലം 12 ഓവറുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് 100 റൺസ് പിന്നിട്ടു. അതിനുശേഷം വൈഭവിന്റെ ബാറ്റിംഗ് കൂടുതൽ അപകടകരവും രൗദ്രവുമായ ഒരു തലത്തിലേക്ക് മാറുന്നതാണ് ലോകം കണ്ടത്. 14ാമത്തെ ഓവറിൽ എം ഗസൻഫറിന്റെ പന്തിൽ ഒരു ഉജ്ജ്വലമായ ബൗണ്ടറി പായിച്ചുകൊണ്ട് വെറും 31 പന്തുകളിൽ ആ യുവതാരം തന്റെ അർദ്ധസെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ അവിശ്വസനീയതയോടെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നിരുന്ന സാക്ഷാൽ വിരാട് കോഹ്ലിയും ഹാർദിക് പാണ്ഡ്യയും നായകൻ ശുഭ്മാൻ ഗില്ലും വരെ ഈ അമാനുഷിക പ്രകടനം കണ്ട് ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് അത്ഭുതത്തോടെ കൈകൾ കൂപ്പിപ്പോയി. ഇതിനിടയിൽ രോഹിത് ശർമ്മ തന്റെ അർദ്ധസെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ ടീം സ്കോർ 170-നടുത്തേക്ക് കുതിച്ച സമയത്ത് 54 റൺസ് എടുത്ത രോഹിത്തിനെ മുഹമ്മദ് നബി പുറത്താക്കി. ആദ്യ വിക്കറ്റിൽ 165 റൺസിലധികം കൂട്ടിച്ചേർത്താണ് ആ സഖ്യം വഴിപിരിഞ്ഞത്. രോഹിത് പുറത്തായതോടെ റൺ നിരക്ക് കുറയുമെന്ന് അഫ്ഗാനിസ്ഥാൻ ആശ്വസിച്ചെങ്കിലും പകരക്കാരനായി ക്രീസിലെത്തിയ നായകൻ ശുഭ്മാൻ ഗില്ലിനെ സാക്ഷിയാക്കി വൈഭവ് തന്റെ കൊടുങ്കാറ്റ് കൂടുതൽ ശക്തമാക്കുകയാണ് ഉണ്ടായത്. റാഷിദ് ഖാൻ, മുഹമ്മദ് നബി, ഉമർസായി തുടങ്ങി അഫ്ഗാൻ നിരയിലെ സകല ബൌളർമാരെയും യാതൊരു ദയയുമില്ലാതെ പ്രഹരിച്ച വൈഭവ് 25ാമത്തെ ഓവറിൽ റാഷിദ് ഖാന്റെ പന്തിൽ തന്നെ തന്റെ 150 റൺസ് പൂർത്തിയാക്കി വീണ്ടും വിസ്മയം സൃഷ്ടിച്ചു. അധികം വൈകാതെ 35 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലും പുറത്തായതോടെ സ്റ്റേഡിയത്തിന്റെ ആരവങ്ങൾക്കിടയിലൂടെ സാക്ഷാൽ വിരാട് കോഹ്ലി ക്രീസിലേക്ക് നടന്നെടുത്തു. അനുഭവസമ്പന്നതയുടെ പര്യായമായ വിരാട് വളരെ ബുദ്ധിപൂർവ്വം സ്ട്രൈക്ക് കൈമാറിക്കൊണ്ട് വൈഭവിന് പൂർണ്ണ പിന്തുണ നൽകി. 30ാമത്തെ ഓവറിൽ മുഹമ്മദ് നബിയുടെ പന്തിൽ ഒരു മനോഹരമായ ബൗണ്ടറിയിലൂടെ വൈഭവ് തന്റെ ഇരട്ട സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ ധർമ്മശാലയിലെ ആകാശം ആവേശത്തിന്റെ ഇടിമുഴക്കത്താൽ മുഖരിതമായി. വിരാടും വൈഭവും തമ്മിലുള്ള ആ അത്യുജ്വല കൂട്ടുകെട്ടിൽ വിരാട് തന്റെ അർദ്ധസെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ മറുഭാഗത്ത് ചരിത്രത്തിലെ സകല റെക്കോർഡുകളും തകർത്തെറിയാനുള്ള കുതിപ്പിലായിരുന്നു വൈഭവ്. 40ാമത്തെ ഓവറിൽ ബിലാൽ ഷാമിയുടെ പന്തിൽ ബൗണ്ടറി പായിച്ചുകൊണ്ട് വൈഭവ് 2065 റൺസ് എന്ന മാന്ത്രിക സംഖ്യ തൊട്ടപ്പോൾ ഏകദിന ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയ്ക്കുണ്ടായിരുന്ന 2064 റൺസിന്റെ ആ എക്കാലത്തെയും വലിയ ലോക റെക്കോർഡ് ചരിത്രത്തിലേക്ക് വഴിമാറിക്കൊണ്ടായിരുന്നു. ഡ്രസ്സിംഗ് റൂമിലിരുന്ന് സ്വന്തം റെക്കോർഡ് തിരുത്തപ്പെടുന്നത് കണ്ട രോഹിത് ശർമ്മ നിറഞ്ഞ ചിരിയോടെ എഴുന്നേറ്റ് നിന്ന് ഈ യുവതാരത്തിന് ആദരവർപ്പിച്ച് ആ നിമിഷം ഏതൊരു ക്രിക്കറ്റ് പ്രേമിയുടെയും കണ്ണുകളെ ഈരനണിയിക്കുന്നതായിരുന്നു. അധികം വൈകാതെ 78 റൺസ് എടുത്ത വിരാട് കോഹ്ലിയെ റാഷിദ് ഖാൻ പുറത്താക്കിയെങ്കിലും പകരം വന്ന ശ്രേയസ് അയ്യർ വളരെ വേഗത്തിൽ റൺ സ്കോർ ചെയ്തുകൊണ്ട് വൈഭവിന് മികച്ച പിന്തുണ നൽകി 47 റൺസ് എടുത്ത് മടങ്ങി. തുടർന്ന് ക്രീസിലെത്തിയ KL രാഹുൽ സാഹചര്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കി പരമാവധി സ്ട്രൈക്ക് വൈഭവിന് തന്നെ നൽകാൻ ശ്രദ്ധിച്ചു. 45ാം ഓവർ പിന്നിടുമ്പോൾ വൈഭവ് 2820 റൺസ് കടന്നിരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് ക്രിക്കറ്റ് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ട്രിപ്പിൾ സെഞ്ചുറിയാണെന്ന തിരിച്ചറിവിൽ സ്റ്റേഡിയം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചിരുന്നു. ഒടുവിൽ 50ാമത്തെ ഓവറിലെ ആ ചരിത്ര നിമിഷം വന്നെത്തി. ബിലാൽ ഷാമിയുടെ പന്തിൽ 1 റൺസ് എടുത്തുകൊണ്ട് ഏകദിന ക്രിക്കറ്റിലെ ആദ്യത്തെ ട്രിപ്പിൾ സെഞ്ചുറി എന്ന അവിശ്വസനീയമായ നാഴികക്കല്ല് വൈഭവ് സൂര്യവംശി പിന്നിട്ടു. ധർമ്മശാലയിലെ സ്റ്റേഡിയം കരഘോഷങ്ങളാൽ വിറകൊണ്ടു. എതിരാളികളായ അഫ്ഗാനിസ്ഥാൻ താരങ്ങൾ പോലും ഈ അമാനുഷിക പ്രകടനത്തിനു മുന്നിൽ ശിരസു നമിച്ചു.
നിശ്ചിത 50 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 451 റൺസ് എന്ന പടുകൂറ്റൻ സ്കോറാണ് ടീം ഇന്ത്യ പടുത്തുയർത്തിയത്. പുറത്താകാതെ 304 റൺസ് നേടിയ വൈഭവ് സൂര്യവംശിയുടെ ഇതിഹാസതുല്യമായ ഇന്നിംഗ്സിനൊപ്പം വിരാട് കോഹ്ലിയുടെ 78 റൺസും രോഹിത്തിന്റെ 54 റൺസും ശ്രേയസിന്റെ 47ഉം ഗില്ലിന്റെ 35ഉം ചേർന്നപ്പോൾ അഫ്ഗാനിസ്ഥാന് മുന്നിൽ 451 റൺസിന്റെ അസാധ്യമായ ഒരു ലക്ഷ്യമാണ് ഉയർന്നത്. 452 റൺസ് എന്ന കൂട്ടിൻ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ അഫ്ഗാനിസ്ഥാന് ഭേദപ്പെട്ട തുടക്കം ലഭിച്ചെങ്കിലും ഇന്ത്യൻ ബൌളർമാർ വളരെ വേഗം തന്നെ മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. പ്രിൻസ് യാദവ് ഇബ്രാഹിം സദ്രാനെ വേഗത്തിൽ പുറത്താക്കി ഇന്ത്യയ്ക്ക് ആദ്യ മുന്നേറ്റം നൽകിയതിനുശേഷം റഹ്മാനുല്ല ഗുർബാസും നായകൻ ഹഷ്മത്തുള്ള ഷാഹിദിയും ചേർന്ന് ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു. ഗുർബാസ് മികച്ച താളത്തിൽ കഴിച്ച് തന്റെ അർദ്ധസെഞ്ചുറി പൂർത്തിയാക്കിയെങ്കിലും ഹാർദിക് പാണ്ഡ്യ ഷാഹിദിയെ മടക്കിയയച്ച് ഇന്ത്യയ്ക്ക് വലിയ പ്രഹരമേൽപ്പിച്ചു. പിന്നീട് മുഹമ്മദ് നബിയും ഗുർബാസും ചേർന്ന് ഇന്ത്യൻ ബൌളർമാരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും കുൽദീപ് യാദവിന്റെ വരവോടെ മത്സരത്തിന്റെ ഗതി പൂർണ്ണമായും മാറിമറിഞ്ഞു. നബിയെയും ഗുർബാസിനെയും അടുത്തടുത്തായി പുറത്താക്കിയ കുൽദീപ് അഫ്ഗാനിസ്ഥാനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി. ഒരു വശത്ത് പൊരുതി നിന്ന റാഷിദ് ഖാൻ മനോഹരമായൊരു അർദ്ധസെഞ്ചുറി നേടിയെങ്കിലും മറ്റു ബാറ്റർമാരിൽ നിന്നും അദ്ദേഹത്തിന് ഒരു പിന്തുണയും ലഭിച്ചില്ല. അസ്മത്തുള്ള ഉമർസായി, നാമ്യാൽ ഖരോത്തെ, എം ഗസൻഫർ എന്നിവർ വളരെ വേഗം തന്നെ പവലിയനിലേക്ക് മടങ്ങി. പൊരുതി നിന്ന റാഷിദ് ഖാൻ കൂടി 62 റൺസിന് പുറത്തായതോടെ അഫ്ഗാനിസ്ഥാന്റെ അവസാന പ്രതീക്ഷയും അസ്തമിച്ചു. ടീം മുഴുവൻ വെറും 226 റൺസിന് ഓൾ ഔട്ടായപ്പോൾ 263 റൺസിന്റെ കൂറ്റൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 4 വിക്കറ്റെടുത്ത കുൽദീപ് യാദവിനൊപ്പം പ്രസിദ്ധ് കൃഷ്ണ, ഹാർദിക് പാണ്ഡ്യ, പ്രിൻസ് യാദവ് എന്നിവരും മികച്ച ബൌളിംഗ് പ്രകടനം പുറത്തെടുത്തപ്പോൾ വൈഭവിന്റെ ചരിത്ര ഇന്നിംഗ്സിനൊപ്പം ബൌളർമാരുടെ മികവും ഇന്ത്യയ്ക്ക് തികച്ചും ഏകപക്ഷീയമായ ഒരു വിജയം സമ്മാനിച്ചു. അഫ്ഗാൻ ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ പിച്ചിച്ചീന്തിയ ആ ബാറ്റിംഗ് ശൈലി കണ്ട് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് വിദഗ്ധർ അമ്പരന്ന് നിൽക്കുമ്പോഴാണ് ലോകത്തിലെ ഏറ്റവും മികച്ച T20 സ്പിന്നർമാരിൽ കണക്കാക്കപ്പെടുന്ന റാഷിദ് ഖാന്റെ മത്സരശേഷമുള്ള വാക്കുകൾ കൂടുതൽ ചർച്ചാ വിഷയമായത്. കഴിഞ്ഞ 2 വർഷമായി ജൂനിയർ ക്രിക്കറ്റിലും ആഭ്യന്തര തലത്തിലും IPLലും ഞാൻ വൈഭവിനെ നിരീക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ ഇന്നവൻ പുറത്തെടുത്ത ബാറ്റിംഗ് തലം തന്നെപ്പോലും അമ്പരപ്പിച്ചുവെന്നുമാണ് റാഷിദ് ഖാൻ പറഞ്ഞത്. IPLൽ എവിടെയാണോ അവൻ നിർത്തിയത് അവിടെ നിന്ന് തന്നെയാണ് ഇന്ന് വീണ്ടും തുടങ്ങിയതെന്നും പുതിയൊരു വേദിയിലോ സമ്മർദ്ദത്തിലോ ആണ് കളിക്കുന്നതെന്ന് അവന്റെ മുഖത്ത് ഒട്ടും തോന്നിയില്ലെന്നും റാഷിദ് കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ഭൂരിഭാഗം യുവതാരങ്ങളും വലിയ വേദികളിലെത്തുമ്പോൾ പരിഭ്രമിക്കാറുണ്ടെങ്കിലും വൈഭവ് തികച്ചും വ്യത്യസ്തനായ ഒരു കളിക്കാരനാണെന്നും ബൌളറുടെ പേരല്ല മറിച്ച് പന്തിനെ മാത്രമാണ് അവൻ കാണുന്നതെന്നും അതിനെ എവിടേക്ക് പായിക്കണം എന്ന് മാത്രമാണ് അവൻ തീരുമാനിക്കുന്നതെന്നും റാഷിദ് വ്യക്തമാക്കി. തന്റെ കരിയറിൽ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, AB ഡിവില്ലിയേഴ്സ്, ക്രിസ് ഗെയിൽ, ഡേവിഡ് വാർണർ തുടങ്ങി ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാർക്കെതിരെ പന്തെറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയധികം ആത്മവിശ്വാസം മറ്റൊരു താരത്തിലും താൻ കണ്ടിട്ടില്ലെന്നും റാഷിദ് തുറന്നു പറഞ്ഞു. താൻ പന്തെറിയുമ്പോൾ എവിടെയാണ് പന്ത് പിച്ച് ചെയ്യിക്കേണ്ടത് എന്ന് പലപ്പോഴും തനിക്ക് മനസ്സിലായിരുന്നില്ലെന്നും പന്ത് മുന്നിലിട്ടാലും ലൈൻ മാറ്റിയാലും അവൻ കൃത്യമായി ബൌണ്ടറികൾ കണ്ടെത്തിയിരുന്നുവെന്നും ചിരിച്ചുകൊണ്ട് റാഷിദ് പറഞ്ഞു. വൈഭവ് ശരിക്കും ബാറ്റ് ചെയ്യുകയല്ല മറിച്ച് ബൌളർമാരുടെ മനസ്സിനോടൊപ്പം കളിക്കുകയായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തി. ഈ ചെറുപ്പക്കാരൻ വരും വർഷങ്ങളിൽ എത്ര റെക്കോർഡുകൾ തിരുത്തിയെഴുതുമെന്ന് തനിക്കറിയില്ലെങ്കിലും ഇതുപോലെ കഠിനാധ്വാനം തുടർന്നാൽ ലോകത്തിലെ സകല ബൌളർമാരുടെയും പേടി സ്വപ്നമായി അവൻ മാറുമെന്നും സമയവും പ്രതിഭയും അതിലുപരി ഭയരഹിതമായ ഒരു മാനസികാവസ്ഥയും അവനുണ്ടെന്നും അത് അവനെ ഒരു മഹാനായ കളിക്കാരനാക്കുമെന്നും റാഷിദ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു താരത്തെ ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് വളരെ ഭാഗ്യമുള്ളതാണെന്നും ഭാവിയിൽ അവൻ ഇന്ത്യയുടെ മാത്രമല്ല ലോക ക്രിക്കറ്റിന്റെ തന്നെ മുഖമായി മാറുമെന്നും ആശംസിച്ചുകൊണ്ട് റാഷിദ് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിലും വൈഭവിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരികൊണ്ടു. സാക്ഷാൽ റാഷിദ് ഖാൻ തന്നെ ഇത്രയധികം പ്രശംസിക്കണമെങ്കിൽ ഈ യുവതാരത്തിൽ എന്തോ വലിയൊരു മാന്ത്രികത ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആരാധകർ ഉറപ്പിച്ചു കഴിഞ്ഞു. വരാനിരിക്കുന്ന മാസങ്ങളിൽ വലിയ ടൂർണമെന്റുകൾക്കായി ഇന്ത്യൻ ടീം തയ്യാറെടുക്കുമ്പോൾ അനുഭവസമ്പന്നനായ വിരാട് കോഹ്ലിയുടെ മടങ്ങിവരവ് ടീമിന് കരുത്തേകുമെങ്കിലും അഫ്ഗാനിസ്ഥാനെതിരായ ഔദ്യോഗിക ഏകദിന പരമ്പരയിൽ മുഴുവൻ കണ്ണുകളും ഇപ്പോൾ വൈഭവ് സൂര്യവംശിയിലായിരിക്കുമെന്ന് കഴിയുകയില്ല. ആഭ്യന്തര തലത്തിലും IPLലും വിസ്മയം തീർത്ത ഈ യുവതാരം അന്താരാഷ്ട്ര വേദിയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുമോ എന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ലോക ക്രിക്കറ്റ് മുഴുവൻ. അവസരം ലഭിക്കുകയും അതവൻ കൃത്യമായി വിനിയോഗിക്കുകയും ചെയ്താൽ ഈ പരമ്പര അവന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.